ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിംസ് ജോബ് ന്യൂസിൻ്റെ ഇന്നത്തെ ഹോസ്പിറ്റൽ ജോബ് വാക്കൻസിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വാക്കൻസി വന്നിരിക്കുന്നത് ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റ് വാക്കൻസിയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി. എക്സ്പീരിയൻസ് ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ വാക്കൻസി വന്നിരിക്കുന്നത് കിംസ് ഹോസ്പിറ്റലിലാണ്. ഈ ജോബിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ CV jobs@kimshealth.org എന്ന ഇമെയിൽ ID-യിലോട്ട് സെൻഡ് ചെയ്യാവുന്നതാണ്. അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത് മാർസ്ലീവ മെഡിസിറ്റി പാലയിൽ നിന്നാണ്. 3 ഡിപ്പാർട്ട്മെൻറ്റിലെ വാക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വാക്കൻസി ന്യൂറോ ടെക്നോളജിസ്റ്റ്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് ഡയാലിസിസ് ടെക്നീഷ്യൻ വാക്കൻസിയാണ്. ഡിഗ്രി ഓർ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 3 to 5 ഇയറാണ് എക്സ്പീരിയൻസ് ആയിട്ട് ചോദിക്കുന്നത്. അടുത്ത് ലാബ് ടെക്നീഷ്യൻ. BSc MLT ഓർ DMLT ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 1 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. DME അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവരെ ഇതിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഈ ജോബിലേക്ക് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയും ഇമെയിൽ വഴിയും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വെബ്സൈറ്റ് വഴിയാണെങ്കിൽ marsleavamedicity.com എന്ന സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇമെയിൽ വഴിയാണെങ്കിൽ jobs@marsleavamedicity.com നിങ്ങളുടെ CV അയക്കാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ വാക്കൻസി ഫാർമസിസ്റ്റ് വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. B.Pharm ഓർ D.Pharm ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 2 ഇയറാണ് എക്സ്പീരിയൻസ് ആയി ചോദിക്കുന്നത്. പാലാരിവട്ടത്തെ റീനായ് മെഡിസിറ്റിയിലാണ് ഈ വാക്കൻസി അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായി നിങ്ങളുടെ CV careers@reenaymedicity.org അയക്കാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ വാക്കൻസി വന്നിരിക്കുന്നത് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നിന്നാണ്. 12ഓളം വാക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 1ാമത്തെ വാക്കൻസി ബയോമെഡിക്കൽ എഞ്ചിനീയർ ആണ്. BTech BSc ഡിപ്ലോമ ഇൻ BE ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് MBA ഹെൽത്ത് കെയർ ഓർ MHA. അടുത്തത് സ്റ്റാഫ് നേഴ്സ്. ക്വാളിഫിക്കേഷൻ BSc നേഴ്സിംഗ് ഓർ GNM. അടുത്തത് പർച്ചേസ് അസിസ്റ്റൻറ്റ്. ക്വാളിഫിക്കേഷൻ MBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ. ഫാർമസിസ്റ്റ്. B.Pharm ഓർ D.Pharm ആണ് ക്വാളിഫിക്കേഷനായി വരുന്നത്. അടുത്തത് സ്റ്റോർ അസിസ്റ്റൻറ്റ് വാക്കൻസിയാണ്. ഏതെങ്കിലും ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് ലാബ് ടെക്നോളജിസ്റ്റ്. BSc MLT ഓർ DMLT DME അംഗീകാരമുള്ളതായിരിക്കണം. അടുത്തത് PRO. ക്വാളിഫിക്കേഷൻ BSW ഓർ MSW. അടുത്തത് ബ്ലഡ് ബാങ്ക് ടെക്നോളജിസ്റ്റ്. ക്വാളിഫിക്കേഷൻ BSc MLT ഓർ DMLT. അടുത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. റിലവൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് റേഡിയോഗ്രാഫർ. BSc MRT ഓർ DRT ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc റെസ്പിറേറ്ററി തെറാപ്പി ഓർ റെസ്പിറേറ്ററി കെയർ ടെക്നോളജി. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഫ്രഷേഴ്സിനും ഈ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനായി നിങ്ങളുടെ CV 9745099902 എന്ന നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ 5ാമത്തെ വാക്കൻസി വന്നിരിക്കുന്നത് റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസർ ഒഴിവുകളാണ്. ക്വാളിഫിക്കേഷൻ MBBS ആണ്. എക്സ്പീരിയൻസ് 0 to 4 ഇയറാണ്. അതായത് ഫ്രഷേഴ്സിനും ഈ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വാക്കൻസി വന്നിരിക്കുന്നത് കാരിറ്റസ് ഹോസ്പിറ്റലിൽ നിന്നാണ്. ഫെബ്രുവരി 15 മുമ്പായി നിങ്ങളുടെ CV HR@caritashospital.org അയക്കാവുന്നതാണ്. അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത് ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നാണ്. സ്പെഷ്യലിസ്റ്റ് വാക്കൻസിയാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ MS ജനറൽ സർജറി. എക്സ്പീരിയൻസ് 0 to 3 ഇയറാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനായി നിങ്ങളുടെ CV 8111998235 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ വാക്കൻസി വന്നിരിക്കുന്നത് SP മെഡിഫോർട്ട് തിരുവനന്തപുരത്തിൽ നിന്നാണ് വാക്കൻസി വന്നിരിക്കുന്നത്. സ്റ്റാഫ് നേഴ്സ്, നേഴ്സിംഗ് ഇൻചാർജ് എന്നീ വാക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റാഫ് നേഴ്സിന് മിനിമം 2 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നേഴ്സിംഗ് ഇൻചാർജിനാണെങ്കിൽ 7 to 20 ഇയേഴ്സ് എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇൻ്റർവ്യൂ വഴിയാണ് ഈ ജോലിയിലേക്ക് എടുക്കുന്നത്. ഫെബ്രുവരി 14-ാം തീയതിയാണ് ഇൻ്റർവ്യൂ. SP ഫോർട്ട് ഹോസ്പിറ്റലിൽ വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. റിപ്പോർട്ടിംഗ് ടൈം
9 to 11 ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യുക. ഹോസ്പിറ്റൽ ജോബ് അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഹോസ്പിറ്റൽ ജോബ് വാക്കൻസികൾ വരുന്നത് പോലെ ഈ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.